നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഈ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി, ആ പെൺകുട്ടി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. പക്ഷേ കേരളത്തിലെ പോലീസാണോ കേരളത്തിലെ ഭരണകൂടമാണോ ആരാണെന്ന് അറിയില്ല. പോപ്പുലർ ഫ്രണ്ട് ആണോ ആരാണെന്നൊരു പിടിയില്ല. ഏതായാലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പെൺകുട്ടി ഗർഭിണി ആയതുകൊണ്ട് പൊതുരംഗത്ത് കാണിക്കാൻ കഴിയില്ല, കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിലെ പോലീസ് പറയുന്നത് നിയമപരമായാണ് വിവാഹം നടത്തിയത് എന്നാണ്, രേഖകൾ പരിശോധിച്ചു എന്നാണ്. ആ രേഖകളായി അവർ പറയുന്നത് ആധാർ കാർഡ് മാത്രമാണ്. ആധാർ ഒരിക്കലും പ്രായം രേഖപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള തെളിവുമല്ല. ആധാർ നമ്മൾ ആരാണ് വ്യക്തി എന്നുള്ളതിന്റെ മാത്രം തെളിവാണ് ആധാർ. പ്രായത്തിന് ആധാർ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം. ഒന്നിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് പ്രായത്തിന്റെ ആധികാരിക രേഖയായി കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോ ഏതായാലും കേരളത്തിലെ പോലീസ് കീഴടങ്ങുന്നു. ഇന്നലെ അവിടെ പോയ പട്ടികജാതി വർഗ കമ്മീഷൻ, ഇവിടെ നിന്നും ദേശീയ കമ്മീഷൻ, അവിടേക്ക് DGP അടക്കം വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കിട്ടിയാൽ കേസെടുക്കാം എന്ന് വരെയായി. കേരളത്തിലെ പോലീസ് കീഴടങ്ങുകയാണോ? അല്ലാതെ വേറെ വഴിയില്ല. ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോക്സോ എന്ന് പറയുന്ന വകുപ്പ്, ഈ ആൾക്കാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ഇത് ഈ ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയല്ല. ഈ കുട്ടികളുടെ സമഗ്രമായ സംരക്ഷണത്തിന് വേണ്ടി, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ, ഇത് ബാല്യ കൗമാര പ്രായങ്ങളിലുള്ള കുട്ടികളുടെ സമഗ്രമായ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന നിയമമാണ്. ഞാൻ ആ നിയമത്തിന്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല, പക്ഷെ പ്രേക്ഷകരെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒരു ധാരണയുണ്ട്, കുട്ടികളെ ഈ ലൈംഗികമായി പീഡിപ്പിക്കുമ്പോൾ ചുമത്തപ്പെടുന്ന ഒരു വകുപ്പാണ് പോക്സോ. അങ്ങനെയല്ല. അത് ആ പോക്സോ വകുപ്പ് ഈ പറഞ്ഞ രീതിയിൽ മാത്രമല്ല, കുട്ടികളെ മാനസികമായി ഹർട്ട് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ എന്താ പറയാ, ക്രൂരമായി ശിക്ഷിക്കുക, അടി കൊടുക്കുക, ഇതിനകത്തെല്ലാം പോക്സോ ചുമത്താനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ആ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ശ്രീല പറഞ്ഞതുപോലെ കേരള പോലീസ് ഒരു ആധാർ കാർഡ് കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടിയെ, അതിൻ്റെ അച്ഛൻ, അതായത് എൻ്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, നോക്കൂ, നമ്മൾ ഒരു മിനിമം കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരച്ഛനും അമ്മയും വന്ന് പറയുകയാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഈ മകള് ഒരു യുവാവിനൊപ്പം സ്റ്റേഷനിൽ ഹാജരാകുന്നു. സ്റ്റേഷനിൽ ഹാജരാകുന്ന സമയത്ത് പോലീസുകാർക്കും ഈ കേസ് ആരാണോ ഈ പരാതി പരിഗണിക്കുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥനും മക്കളുണ്ടാകില്ലേ? ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്കും മക്കളുണ്ടാകില്ലേ? ഒരു പെൺകുട്ടിയെ എത്ര പ്രയാസപ്പെട്ടാണ് ഒരു അച്ഛനും അമ്മയും ചേർന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഈ പ്രായത്തിന്റെ വൈകാരികമായ അതിനെല്ലാം ഇവിടെ സാധ്യതയുണ്ട്. അങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം ആ പ്രായത്തിൽ പ്രണയിക്കും. പ്രണയിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനോട് പ്രണയം തോന്നുന്നത്, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നതൊന്നും തെറ്റല്ല. പക്ഷെ അതിനെ മറ്റു രീതിയിൽ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത്. അപ്പോൾ അവിടെ ആ മുതലെടുപ്പ്, അത് ഈ പറഞ്ഞതുപോലെ അറിവില്ലായ്മയുടെ, വിവേകമില്ലായ്മയുടെ ഒക്കെ ഭാഗമാണ്. എങ്കിലും മക്കളെ വളർത്തുമ്പോൾ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു വളർത്തണം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അച്ഛനും അമ്മയും പോലീസിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ മകള് പ്രായപൂർത്തിയായിട്ടില്ല, നിങ്ങൾ എൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഒരു അച്ഛനും അമ്മയും വരുന്നത്. ഈ മകളുടെ വിവാഹ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമെങ്കിലും ഇല്ലേ? അതില്ലേ? അവർ ശരിയാണ്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, ഇന്ത്യൻ ഭരണഘടന കൊടുത്തത് പോലുമല്ല. വളരെ പണ്ട് തൊട്ടേ ഇവിടെ സ്വയംവരം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ അത് ഒരുപാട് കാണാം. അതായത് ഭർത്താവിനെ കൃത്യമായിട്ടും നിരവധി പുരുഷന്മാരിൽ നിന്ന് തനിക്ക് യോജിച്ച ഒരാളിനെ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ്, പദ്ധതിയുടെ പേരാണ് സ്വയംവരം. അതുണ്ടായിരുന്ന നാടാണിത്. നിങ്ങളിത് ആരോടാണ് ഇതൊക്കെ പറയുന്നത്? അപ്പോൾ അങ്ങനെ, പക്ഷെ ഒരു അച്ഛനും അമ്മയും വന്ന് പറയണം, എൻ്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അവളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വെറും ഒരു ആധാർ കാർഡിന്റെ ബലത്തിൽ ഈ അച്ഛനെ വിരട്ടി ഓടിച്ചു. ഇപ്പം നമ്മുടെ കാര്യത്തിലൊക്കെ ആധാർ കാർഡ് ശരിയാണെന്ന് പറയാം. കാരണം നമ്മൾ സ്കൂളുകളിൽ പഠിക്കുകയും മെട്രിക്കുലേഷൻ പാസ്സൊക്കെ ചെയ്ത ആൾക്കാരാണ്. ശരിയായിക്കോട്ടെ, ശ്രീല പറഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനം ആദ്യം പറഞ്ഞത്. കാരണം നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്നതിന്റെ രേഖ ഒന്നുകിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇത് രണ്ടും അല്ലാത്ത ഒരു കാര്യത്തിന് നിയമപരമായ നിലനിൽപ്പില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ
നമ്മുടെ ഇവിടുത്തെ നിയമവാഴ്ച അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, അതിന് കീഴിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത പോലെയുള്ള നിയമങ്ങൾ അനുസരിച്ച്, അതിനകത്തുള്ള വകുപ്പുകൾ അനുസരിച്ച് ഈ രണ്ടിനുമല്ലാതെ മറ്റൊന്നിനും നമ്മുടെ വയസ്സ് തെളിയിക്കാനുള്ള ആധികാരിക രേഖയായിട്ട് മറ്റൊന്നിനെയും കണക്കാക്കാൻ കഴിയില്ല. കേരള പോലീസ് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ഒരു സംശയവുമില്ല. വെറും ഒരു ആധാർ കാർഡിന്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയെ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അപകടത്തിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് എന്ന് അച്ഛനമ്മമാർ പറയുമ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, നമുക്ക് അവരെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴിതാ കൃത്യമായിട്ട് ആ കുട്ടി ജനിച്ച ഇതിനൊക്കെ പുതിയ നരേറ്റീവ്സുമായിട്ട് ഇങ്ങനെ വരികയാണ്. വോട്ടർ ID കാർഡുണ്ട്. ഇത് രസം എന്താണെന്നറിയാമോ? ഇതിൽ പലതും തയ്യാറാക്കിയിരിക്കുന്നത് ഈ സമീപകാലങ്ങളിലാണ്. ഈ സമീപകാലത്താണ് ഇത് പലതും. ഇതിന്റെ പിന്നിൽ കമ്പൈൻഡ് ആയ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടി അവിടെ നിന്നും കേരളത്തിലേക്ക് സിനിമയിൽ അഭിനയിപ്പിക്കാനെന്നും പറഞ്ഞ് കൊണ്ടുവരിക. കേരളത്തിൽ ഒരു രാജ്യസഭാ MP പോയി കാണുക, ഇതിനകത്ത് ഇവരുമായിട്ട് കണക്റ്റഡ് ആകുക, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ഇതുപോലെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഭരിക്കുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്ര ഭാരവാഹികളും കുടുങ്ങും കേട്ടോ. ആ ക്ഷേത്ര ഭാരവാഹികൾ കുടുങ്ങണം. കാരണം രണ്ട് കാര്യമാണ്. ഒന്ന്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു, നിയമസാധുതയില്ലാത്തൊരു വിവാഹം. കുട്ടിക്ക് ചിലപ്പോ അറിയില്ലായിരിക്കാം, പക്ഷെ ക്ഷേത്രം ഭാരവാഹികൾക്ക് അറിയാമല്ലോ ഇത് ശ്രീല പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമേ അല്ല. ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യനെ എങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്തു കൊടുത്തു? വളരെ ലളിതമാണ് ചോദ്യം. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള, ഞാൻ ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. ഈ അസുരവിത്ത് എന്നൊക്കെ പറയുന്നത് ഇതാണ് വാസ്തവത്തിൽ. സ്വന്തം കുലം മുടിക്കാൻ, സ്വന്തം സമാജത്തെ നശിപ്പിക്കാൻ, വാസ്തവത്തിൽ ആ വൈക്കത്തെ അശോകന്റെ കാര്യമാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾക്ക് 2 ആൺകുട്ടികളുള്ളതാണ്. അത് ആൺകുട്ടികളായതുകൊണ്ടായിരിക്കും, എവിടെ പോയാലും കുഴപ്പമില്ലാന്നായിരിക്കും. ആൺകുട്ടികൾ IS പോയാലും കുഴപ്പം തന്നെയാണ്. അത് പെൺകുട്ടികൾ മാത്രം പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ അഖില ഹാദി IS-ലേക്ക് വിടാൻ, IS-ൽ എത്തിയില്ലെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിലേക്ക് വിടാനുള്ള ഒരു സാഹചര്യം സ്ഥലത്തെ കുറിച്ചൊക്കെ വലിയ ദുരൂഹതയുണ്ട്. ഇപ്പോഴും ഇന്റലിജൻസ് ആ കുട്ടിയുടെ പുറകെ ഉണ്ട്. വളരെ കൃത്യമായിട്ട് ഇപ്പൊ ആദ്യം വിവാഹം കഴിച്ച ആള് കളഞ്ഞിട്ട് പോയി, ഇപ്പൊ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു. അതിനൊക്കെ അതിന്റെ 1.5 കോടി രൂപ മുടക്കി കേസ് നടത്തി കല്യാണം കഴിച്ചുകൊണ്ട് പോയ പെൺകുട്ടിയെ വളരെ പെട്ടെന്ന് നിഷ്കരണം ഉപേക്ഷിച്ച ശേഷം അപ്പൊ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? എന്തിനായിരുന്നു അയാൾ ആ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ പ്രേമിച്ചു ഇങ്ങനെ ഉപേക്ഷിച്ചു? അപ്പൊ ഇതൊക്കെ ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഇപ്പൊ ഈ കേസിൽ തന്നെ രാഹുൽ ഈശ്വറൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കണ്ടാലേ എനിക്ക് സത്യത്തിൽ വലിയ സങ്കടം തോന്നുകയാണ്. അയാൾ പറയുന്ന അയാൾ വലിയ ആക്ടിവിസ്റ്റ് ആണെന്നാ പറയുന്നത്. എന്ത് ആക്ടിവിസ്റ്റ്? പൊന്നമ്മയുടെ ശാപം രാഹുൽ ഈശ്വരനെ പിന്തുടരുന്ന കാര്യത്തിൽ ഒരമ്മയായി എനിക്കറിയാം. ഒരു കുട്ടിയെ കാണാതെ മരിക്കാൻ പോകുന്ന സമയത്ത് പോലും സ്വന്തം മകളെ കാണാൻ കഴിയാത്തൊരവസ്ഥ അതിഭീകരമാണ്. ആ അവസ്ഥ മനസ്സിലായി രാഹുൽ ഈശ്വരനെയൊക്കെ കാത്തിരിക്കുന്നത് പുഴുവരിച്ച നരകമാണ് കാത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം ഒരു അമ്മയുടെ സങ്കടം, ഒരു അച്ഛൻ്റെ സങ്കടം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. പിന്നെ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് കേരള പോലീസിന് തെറ്റുപറ്റിയിട്ടില്ല, ഇവിടുത്തെ കമ്മി നേതാക്കൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. അത് ന്യായീകരിക്കാനാണ് ശ്രമിച്ചോഴത്തരം കാണിച്ചു. അല്ല, അത് ന്യായീകരിക്കാനാണ്. കാരണം കേരള പോലീസിന് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ചാൽ കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകുന്ന സാഹചര്യം. അപ്പൊ അത് ഒന്ന് എന്തായാലും പോകേണ്ടി വരും. ഗിമ്മിക്കായിട്ട് പിടിച്ചിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പട്ടികവർഗ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന മധ്യപ്രദേശ് സർക്കാരിനോടും കേരള സർക്കാരിനോടും രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടുപേരും ഉൾപ്പെട്ട കേസാണല്ലോ. അപ്പൊ ഇത് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടുകയും ഇത് കൃത്യമായി രേഖകൾ തന്നാൽ കേസെടുക്കാം എന്ന് കേരള പോലീസ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ പ്രഥം ദുബൈ എന്ന് പറയുന്ന അറിയാം. കാരണം ഇനിയെങ്കിലും ഇതിനകത്ത് നിയമത്തിന്റെ വഴിയെ പോയില്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് ഇത്രയും മനസ്സിലാക്കിയിട്ട് ഒന്നാമതെ ഒരു ജുഡീഷ്യൽ പവറുള്ള ഒരു ഭരണഘടനാ സംവിധാനമാണ് ഈ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. അതിന്റെ അധികാരം വളരെ വിപുലമാണ്. അതുകൊണ്ട് പോലീസിലെ ഉന്നതർക്കൊക്കെ അറിയാം
ഇപ്പൊ DGPക്ക് വേണ്ടി തിരുവനന്തപുരത്തെ DIG ആണ് ഹാജരായത് ഡൽഹിയിൽ. നല്ല ഹിമേന്ദ്രനാഥ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് പോലീസിനോട് സഹകരിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. വെറും ഒരു മാൻ മിസ്സിംഗ് കേസ് അല്ല ഇത്. വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ശ്രീല നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തീവ്രവാദ ഭീകരവാദ ബന്ധമുണ്ടോ എന്ന് പോലും NIA അടക്കമുള്ള ഏജൻസികൾ കൃത്യമായി ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. സാധാരണ ഒരു കേസ് വരുന്നു, ആ കേസിൽ ഒരു വിവാഹം നടക്കുന്നു, കോടതിയിൽ ഒരു കേസ് വന്നാൽ ഈ പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കില്ല. അതാണ് ഞാൻ ആദ്യം പറയാൻ വന്നത്. അതാണ്, അതായത് ഈ ഇവിടെ ഇങ്ങനെ അച്ഛൻ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ വരുമ്പോ കോടതിയിൽ ഹാജരാക്കണം. പോലീസ് ചെയ്യേണ്ടത് ഈ പയ്യനെയും പെൺകുട്ടിയെയും മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കുക. മജിസ്ട്രേറ്റ് ആണ് തീരുമാനിക്കേണ്ടത് ഈ കുട്ടിയുടെ പ്രായപൂർത്തിയായോ ഇല്ലെന്ന്. അതെങ്ങനെയാ തീരുമാനിക്കുന്നത്? അവിടെ കോടതി പറയും കൊണ്ടുപോവാ, അതുവരെ പെങ്കൊച്ചിനെ മഹിളാ മന്ദിരത്തിൽ നിർത്ത്. അതിന് പകരം ശരിക്കു പറഞ്ഞാൽ കേരള പോലീസിനെതിരെ കൃത്യമായി കേസെടുക്കേണ്ടതാണ്, ആ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് വിവാഹം നടത്തി കൊടുത്ത ക്ഷേത്രം ഭാരവാഹികള് കൂട്ടുനിന്ന ഈ കമ്മ്യൂണിസ്റ്റ് കമ്മി നേതാക്കള് മന്ത്രിയായാലും തന്ത്രി ആയാലും കൊള്ളാം, ഇവർക്കൊക്കെ എതിരെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, ഡബിളെ റഹീം, ഇവർക്കെല്ലാം എതിരെ ഈ പോക്സോ വകുപ്പ് ചുമത്തേണ്ടതാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം. എനിക്കൊരു വിഷമം വരുന്നതേ, എനിക്ക് ഏത് പെൺകുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാലും എന്റെ കുട്ടിയായിട്ട് എനിക്ക് അത് നമുക്ക് സ്വാഭാവികമായിട്ടും പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് അതിന്റെ വിഷമം. പക്ഷെ ഈ മന്ത്രിമാർക്കും ഇവർക്കൊന്നും ഇത് ഫീൽ ചെയ്യത്തെന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ ഒരു കുട്ടി നശിച്ചു പോകാൻ ഇങ്ങനെ ഇപ്പൊ രാഹുൽ ഈശ്വറിന് 2 ആൺകുട്ടികളാണ്. പക്ഷെ ആൺകുട്ടികളാണെങ്കിലും കുട്ടികളാണല്ലോ. ഈ രാഹുൽ ഈശ്വറൊക്കെ ഈ ചെയ്യുന്ന എന്ത്? രാഹുൽ ഈശ്വറിന്റെ കാര്യം മറ്റൊന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഞാനത് ആവർത്തിക്കുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാം. അത് മന്നത്ത് പത്മനാഭനാണ് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതും. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വറിന് ഇപ്പോൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു സീറ്റ് കിട്ടണം, ജയിച്ച് MLA ആകണം, പറ്റിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം. ഇതൊക്കെയാണ് അതിന്റെ. രാഹുൽ ഈശ്വറിന്റെ ഭാവിയെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ നിയതിയുടെ നിശ്ചയം പോലെ വരട്ടെ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പ്രായപൂർത്തിയാകത്ത കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കര് രാഹുൽ ഈശ്വറിനെ വിട്ടു. നാണവും മാനവും ഉണ്ടെങ്കിൽ മേലാൽ മുഖം പുറത്ത് കാണിക്കില്ല. അങ്ങനെയാണ് ഈ അതിനകത്ത് സംഭവിച്ചത്. അതുപോലെ മറ്റേ കുഴിമന്തി പ്രശ്നത്തിൽ ആരിഫ് ഹുസൈൻ്റെ അടുത്ത് മുട്ടാൻ പോയി. ആരിഫ് ഹുസൈൻ തേച്ചൊട്ടിച്ചാ വിട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, നാണവും മാനവും ഇല്ലാത്തവൻ ആസനത്തെ കിളിർത്താൽ അതും തണലെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവൻ്റെ അടുത്തൊക്കെ നമ്മൾ എന്ത് പറയാം? അങ്ങനെയുള്ളവനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ വെറുതെ സമയം പാഴാക്കലാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വറൊന്നും അല്ല കേരളത്തിലെ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ആ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളും ഹിന്ദു നേതാക്കളും ഹിന്ദു ആത്മീയ ആചാര്യന്മാരും ഒക്കെ ഉണ്ട്. രാഹുൽ ഈശ്വറിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പൊതുവേ പറയാനുള്ളത്. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നിയമപരമായ സാധുതകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ അതൊക്കെ നേരിടാൻ തയ്യാറാകേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഈ നിയമ നടപടികൾ നേരിടാൻ തയ്യാറാകേണ്ടി എല്ലാവരും ഉത്തരം ഇനി മേലാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കേരള റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞു പ്രകീർത്തിക്കാൻ നിൽക്കരുത്. അതെ, അതിന്റെ അനുഭവം വലിയ പാഠമാണ് ഇത് എല്ലാവർക്കും. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും, ഇത്തരത്തിലുള്ള നെറുകേടുകൾ കാണിക്കാൻ തയ്യാറായിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു പാഠമാണിത്. ഇതിൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.